എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എന്താ പറയുക, ഞാനൊരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. സന്തോഷമുണ്ട്, അതിൻ്റെ കൂടെ ചെറിയൊരു അമ്പരപ്പുണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ പോലെ പരിചയസമ്പന്ന എന്നുള്ളത് ഞാൻ എൻ്റെ വിഷയത്തിൽ പരിചയസമ്പന്ന എന്നുള്ളതാണ് സൈക്കോളജിയിൽ. നിങ്ങളോട് ഇത് സംസാരിക്കാൻ മാത്രമുള്ള ഒരു പരിചയസമ്പന്നയാണോ ഞാനെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് താഴെ ഇരിക്കുമ്പം ഓരോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇപ്പോഴും നല്ല അടിപൊളിയായി എനർജറ്റിക് ആയി ഊർജ്ജസ്വലമായിട്ടാണ് ആളുകൾ വരുന്നത്, സംസാരിക്കുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഇവരോടൊപ്പം എന്ത് കാര്യങ്ങൾ ഞാൻ ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവർക്കിത് മനസ്സിലാക്കാൻ പാകത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇവർ ഇരിക്കുന്നുണ്ടാകുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചന്ദ്രശേഖരനോട് വന്നപ്പോൾ ചോദിച്ചു, ആളെത്തിയിട്ടുണ്ട്. സ്വതവേ നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ അങ്ങനെയാണ്, കറക്റ്റ് സമയത്തൊക്കെ നമ്മൾ എത്തിയാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പരിപാടി തുടങ്ങിയ. ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞ് പരിപാടി തുടങ്ങിയ ആളെത്താത്തത് കൊണ്ടല്ല, കുറച്ചും കൂടി ആൾ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഒരു പരിപാടി നടത്താനുള്ള ആളുകൾ മേലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ ഒരു ഏജിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ളൊരു പരിപാടിക്ക് ഇത്രയധികം ആളുകളെ, ഞാൻ സാധാരണ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഇത്രയധികം ആളുകളെ കാണാറില്ല. ഞാൻ ഇവിടെ മുമ്പ് സ്ത്രീകളുടെ ഒരു വിഷയം എടുക്കാൻ വന്നപ്പോൾ ഇതിന്റെ പകുതി ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം ചർച്ച ചെയ്യുമ്പം അത് കേൾക്കാനും അതിനെപ്പറ്റി സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത്, ചിലപ്പം ഇവര് സ്കോഡ് കയറിയതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി ഇവിടെ എത്തിച്ചേരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇത്തരം പരിപാടികളോടുള്ളൊരു താല്പര്യമാണ് വിളിച്ചു കാണിക്കുന്നത്. അപ്പം അതിലൊത്തിരി സന്തോഷം. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം, എനിക്ക് 25 വയസ്സാണ്. എനിക്ക് എത്രത്തോളം നിങ്ങളെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, അത് സത്യമാണ്. നമുക്ക് പഠിക്കുന്ന കാര്യം വെച്ചിട്ട് എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏകദേശം എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള ആളുകളുണ്ട്? ഒക്കെ 60 വയസ്സിന് ശേഷമുള്ള ആളുകളാണ്. ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ താഴത്തുനിന്ന് ഇങ്ങനെ കളിയാക്കുന്നത് കണ്ടോ, ഇത്ര പ്രായമായിട്ടും ഡൈയൊക്കെ ചെയ്ത് നടക്കുകയാണ്, ഇനിയിപ്പോൾ ഇതിൻ്റെ സാധ്യതയാണോ ബാധ്യതയാണോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എത്രത്തോളം ഇത് സാധ്യതയാകുന്നു ബാധ്യതയാകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഈ കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ആളുകൾക്ക് എന്നോട് എതിരഭിപ്രായം ഉണ്ടാവും, കുറേ അധികം അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാനുമായിട്ടുണ്ടാവും. എന്നാലും ഒന്ന് ഇരുന്ന് കേൾക്കാൻ ശ്രമിക്കുക, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നും വേറൊരു കാഴ്ചപ്പാടിലേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ചിന്തിക്കാൻ നോക്കാം. നമ്മൾ ഈ പോണ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്, ഇങ്ങനെയൊക്കെ പോയാൽ മതി, വയസ്സായി ഇനിയിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ളതാണോ, ഞാൻ പറയുന്നതിൽ കൂടെ പോകുന്നതാണോ കുറച്ചുകൂടി നല്ലത് എന്ന് ഒന്ന് ചിന്തിക്കുക. ചിലപ്പോൾ ശരിയാണെന്ന് തോന്നില്ല, ഈ കുട്ടി എന്താ പറയുക, ഈ കുട്ടിക്ക് അത് എത്ര പ്രായമായിട്ടല്ലേ ഉള്ളൂ, ഇതിന് ഈ കിടന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാം എന്നുള്ളതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന സാധനത്തിന് അത്ര എഫക്റ്റ് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റ കാര്യം കൂടി, ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന സമയത്ത് നിങ്ങളെ 20കളിലാണ് അല്ലെങ്കിൽ 30കളിലാണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇരുന്നിട്ട് കേൾക്കുക. അല്ലാണ്ട് ഒരു 60 വയസ്സിന് മേലുള്ള ഒരാരും ഇരുന്നിട്ട് 25 വയസ്സുള്ള ഒരു കുട്ടി പറയുന്നത് കേൾക്കുന്നു എന്നല്ല. ഞങ്ങൾ 20കളിലുള്ള ആളുകൾ ഇരുന്നിട്ട് ആ കുട്ടി പറയുന്നത് കേൾക്കുന്നു എന്നുള്ളത് ചിന്തിച്ചാൽ മതി. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്ലാസ് പറയുക. അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുടെ ഉള്ളിലുള്ള ആളാകുമ്പോൾ എനിക്കൊരു അത് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ 20കളിലാണ് എന്ന് ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രായമാകുക എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ്, ഒരു നല്ല കാര്യമാണോ അല്ലെങ്കിൽ ചീത്ത കാര്യമാണോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അറിഞ്ഞോളേ. എന്താ ഇപ്പൊ പറയേണ്ട കാര്യമൊന്നുമില്ല, തോന്നിയൊരു കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അതിനെപ്പറ്റി അത്ര നല്ല ധാരണയായിരിക്കില്ല അല്ലേ? പ്രായമാകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ചോദിച്ച ആരും അത്ര നല്ല രീതിയിൽ പറഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പൊ ഇത് എന്തുകൊണ്ട് നല്ലതാകുന്നു, ഇത് എന്തുകൊണ്ട് സാധ്യതയാകുന്നു ബാധ്യതയാകുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിലേക്ക് ചെറിയൊരു പോയിന്റ് തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി മാനസിക പ്രയാസങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ ഈ കുട്ടി ഇനിയിപ്പം ശാരീരിക അസ്വാസ്ഥ്യം തന്നെ ആവശ്യത്തിലധികം ഉണ്ട്, നടക്കാൻ വയ്യ, എഴുന്നേക്കാൻ വയ്യ, ഇനി അതിൻ്റെ കൂടി ഈ കുട്ടി മാനസികാസുഖം കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എന്താവും അവസ്ഥ. അങ്ങനെ വിചാരിക്കേണ്ടത് ചെറിയ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും,
ഇതെനിക്കുണ്ടായിരുന്നല്ലോ, ഇതെനിക്കുണ്ടായിരുന്നല്ലോ, അത്രയേ ഉള്ളൂ. അപ്പൊ അതിന് ആ രീതിയിൽ കാണാൻ ഇതൊരു രോഗമായിട്ടല്ല, നമ്മുടെ ഇപ്പം നമുക്ക് അനുഭവപ്പെടുന്ന കുറച്ച് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഒരു കേർവ് ഉണ്ട്, ഒരു ഗ്രാഫ് പോലെയാണ് അത്, യു ഷേപ്പിലുള്ള ഒരു ഗ്രാഫ്. ഇതില് ഹാപ്പിനെസ്, സന്തോഷത്തിന്റെ ഗ്രാഫാണ് ഇത് പറയുന്നത്. യു ഷേപ്പിലാണ് ഇത് വരുന്നത്. യു ഷേപ്പിൽ പറയുമ്പം നമ്മൾ ജീവിതത്തിന്റെ ആദ്യം, അതായത് കുട്ടിയായിരിക്കുമ്പം സന്തോഷം ഏറ്റവും അധികം, അതുപോലെ നമ്മൾ വയസ്സായി ആ ഒരു സമയത്തായിരിക്കും പിന്നെ നമുക്ക് സന്തോഷം അധികം. അതിൻ്റെ ഒരു ഇടക്കാലം, അതായത് ഞാനൊക്കെ നിൽക്കുന്ന ഈ കാലം, പിന്നെ 30-40 കാലമൊന്നും അത്ര ഒരു ഹാപ്പിനെസ് അല്ല. നമ്മൾ ജോലി കണ്ടെത്തുന്നു, നമ്മൾ അതൊന്ന് കല്യാണം കഴിക്കുന്നു, നമ്മൾ അത് അങ്ങനെ ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു കാലഘട്ടത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൽ കുറച്ച് സന്തോഷം കുറവായിരിക്കും, സന്തോഷം ഉണ്ടായിരിക്കില്ല എന്നുള്ളതല്ല. ഈ ഒരു പൊസിഷനിൽ നമുക്ക് കിട്ടുന്ന സന്തോഷത്തിന്റെ അളവിലായിരിക്കും ഈ പ്രായത്തിലും നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ 2 കാര്യമുണ്ട്. ഇപ്പൊ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് 60 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് മൊത്തം. ഇതില് സൈക്കോളജിയിൽ ഇംഗ്ലീഷാണ് ഇത് വരുന്നത്, കുഴപ്പമില്ല. ക്രോണോളജിക്കൽ ഏജും മെന്റൽ ഏജും ഉണ്ട്. ക്രോണോളജിക്കൽ എന്ന് പറയുമ്പം നമ്മൾ ഈ എണ്ണുന്ന ഏജാണ്. നമുക്ക് 1 വയസ്സായി, 2 വയസ്സായി, 3 വയസ്സായി, അങ്ങനെ നിങ്ങൾക്ക് 60 വയസ്സായി. ഇത് നിങ്ങൾ ക്രോണോളജിക്കൽ ഏജാണ്, നമ്മുടെ ശാരീരികപരമായിട്ടുള്ള. ഇതൊരു മെന്റൽ ഏജ് ഉണ്ട്. മെന്റൽ ഏജ് എത്രയാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മൾക്ക് എത്രത്തോളം മെന്റൽ ഏജ്, ഇപ്പൊ നിങ്ങൾ 60 വയസ്സ് ക്രോണോളജിക്കൽ ഏജ് ഉള്ള നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് 20 വയസ്സാണ് മെന്റൽ ഏജ് എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ മെന്റൽ ഏജ് എന്താണ്? 20 വയസ്സാകുകയും ചെയ്യും. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ആ 20 വയസ്സ് തോന്നുകയും ചെയ്യും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകൾ എനിക്കറിയാം. മാഷാണോ അല്ല, ഞാൻ ഈ എല്ലാ ആളുകളെയും, കുറച്ച് മുതിർന്ന ആളുകളെ മൊത്തം മാഷ് എന്ന് വിളിക്കുക. എൻ്റെ ഒരു ശീലമായി പോയത്. ഞാൻ പരിഷത്തിലൊക്കെ ഉള്ളതുകൊണ്ട് വിളിക്കുക, എല്ലാവരും മാഷ് എന്ന് വിളിക്കുക. അപ്പോൾ മൂപ്പരൊക്കെ എനിക്കറിയാം. നമ്മൾ ഈ പാർട്ടിയിലൊക്കെ പ്രവർത്തനത്തിന് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ ബാലൻ മാഷ്, ഞാൻ മുമ്പ് പ്രവർത്തനങ്ങളിൽ മുമ്പൊരു തവണ ക്ലാസ് എടുത്ത സമയത്ത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കുറെ, വേറെ ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകൾ നമുക്കറിയാം, കണ്ട് പരിചയമുള്ള ആളുകളാണ്. ഇവരൊക്കെ ഇവരുടേതായിട്ടുള്ള പ്രവർത്തന മേഖലകളിൽ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അല്ലാണ്ട് എനിക്ക് വയസ്സായി ഇനി ഞാൻ ഈ ഫീൽഡിൽ നിന്നും, അല്ലെങ്കിൽ ഇനി ഞാൻ ഈ മേഖലയിൽ നിന്നും പുറത്തു പോകേണ്ട ആളാണ്, ഇനി ഞാൻ ഇതിലൊന്നും ചെയ്യാനില്ല, ഇനി പുതിയ ആളുകൾ വന്നിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യട്ടെ, ഞാൻ അങ്ങനെയുള്ള രീതിയല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളും ചെയ്യുന്നു, പുതിയ ആളുകൾ വരുമ്പം അവരും ചെയ്യുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ഒത്തിരി ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും സാധിക്കുന്നതാണ്, നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും വയസ്സാകുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഭാരം ആയി പോകും എന്നുള്ള തോന്നലാണ്. നമ്മൾ ഭാരമായി പോകും ആളുകൾക്ക്. അപ്പൊ നമ്മൾ വിചാരിക്കും എവിടെയും പോകണ്ട, വീടിന്റെ ഒരു മൂലയിൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ഇരിക്കാം. ചിലപ്പോൾ നമുക്കൊരു കസേര ഉണ്ടായിരിക്കും, ആ കസേര ഇരിക്കാം. നമുക്കൊരു റൂം ഉണ്ടായിരിക്കും, ആ റൂമിൽ കട്ടിലിൽ കിടക്കാം. അല്ലെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതൊക്കെ ചെയ്താൽ വീടിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒതുങ്ങിക്കൂടി ഇരിക്കാം എന്നുള്ളതാണ് റിട്ടയർമെന്റ് കഴിഞ്ഞ ആളുകളാണെങ്കിലും ഇനി അല്ലാത്ത ആളുകളാണെങ്കിലും വയസ്സായി കഴിയുമ്പോൾ വിചാരിക്കുന്നത്. ഇത് കാരണമാണ് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ചെയ്തോളണം എന്നില്ല. നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ല. നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ പണ്ടൊക്കെ ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാർ, സുഹൃത്തുക്കളായിരുന്ന ആളുകൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ ചിലപ്പോൾ അവര് തമ്മിൽ പുറത്തൊന്നും ഇറങ്ങാത്തത് കൊണ്ട് അധികം സംസാരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ ഒരു സിനിമ ഞാൻ മറന്നുപോയി. അയ്യോ, ഈ അടുത്തിറങ്ങിയിട്ടുള്ള ഫാമിലി കണ്ടിട്ടുണ്ടോ? ബേസിൽ ജോസഫിന്റെ ഒക്കെ പുതിയൊരു പടം ആരും കണ്ടിട്ടുണ്ടാവില്ല. സിനിമ ഒന്നും കാണാറില്ല. ശരി, പറഞ്ഞു വരുന്ന കുറെ കാര്യം പറയേണ്ടി വരുമല്ലോ. അതെന്താ, സിനിമ കാണാൻ പ്രായമുണ്ടോ? സിനിമ മലയാളത്തിലേ വരില്ലേ? ഇതിപ്പോ സ്വതവേ പറയുന്ന സമയത്ത് ഇംഗ്ലീഷ് പടത്തിനെ പറ്റി ചോദിക്കുമ്പോ അതിപ്പം അത് പോട്ടെ, മലയാളം നമ്മുടെ ഭാഷയല്ലേ, കാണുന്നവരിപ്പം എന്താ, പോട്ടെ, അതിലേക്ക് വരാം. ഈ അതില് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. 2 വയസ്സായിട്ടുള്ള 2 ആളുകളുണ്ട്. ഇതില് ഒരു വയസ്സായിട്ടുള്ള ആളുടെ ആഗ്രഹം കാശിക്ക് പോകണമെന്നാണ്. എപ്പോഴും കാശിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നെയ്ബർ, അതായത് അയൽവാസിയായിട്ടുള്ള ഒരാളും വയസ്സായിട്ടുള്ള ആളാണ്. ഇവരുടെ നല്ല കാലഘട്ടത്തിൽ നല്ല സുഹൃത്തുക്കളായിരുന്ന ആളുകളായിരുന്നു. പക്ഷെ ഇയാൾ എന്തായിപ്പോയി, ശാരീരികമായിട്ട് ഇയാൾക്ക് നടക്കാൻ സാധിക്കാത്തതുകൊണ്ട് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് ഇയാളുടെ ജീവിതം നീക്കുന്നത്. ഇപ്പുറത്തുള്ള ആളുടെ ആഗ്രഹം കാശിക്ക് പോകണമെന്നാണ്. ഇയാളെ കൊണ്ടുപോകണമെന്നും ആൾക്ക് ആഗ്രഹമുണ്ട്. ഈ കാശിക്ക് പോകുന്ന ആൾക്ക്
ഈ ഫ്രണ്ടിനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഫ്രണ്ടിന് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അങ്ങനെ ഇവര് പോകുകയാണ്. പോയിട്ട് ഇവര് കാശിയിലെത്തി കഴിയുന്ന സമയത്താണ് ഇവർക്ക് മനസ്സിലാകുന്നത് തന്റെ ഫ്രണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മരിച്ചുപോയി. അപ്പൊ ഇയാൾ കാശിയിൽ ഇയാളുടെ യാത്ര ഫുള്ളാക്കാണ്ട് ഇയാൾ തിരിച്ചു വരികയാണ് ഇയാളെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ കഥ പറയാൻ കാരണം ആ ഒരു മരണം, ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല. ആ ഒരു സിനിമയില് കുറെ സമയം ഇവരെ കാണിക്കുന്നുണ്ട്. അതായത് ജനലിൽ, ഈ വീടിന്റെ ജനലിൽ നിന്നിട്ട് ആ വീടിന്റെ ജനലിന്റെ അപ്പുറത്തേക്ക് ഇവർ നിരന്തരം സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ വീടിന്റെ അടുത്തൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഈ നാട്ടുകാരായതുകൊണ്ട് തന്നെ നിങ്ങൾ പരസ്പരം നല്ല സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളായിരിക്കും. നിങ്ങൾ ഇപ്പോഴാണോ ഇനിയിപ്പോ കുറെ കാലം കഴിഞ്ഞ് ഈ പരിപാടിക്ക് കാണുന്നവരായിരിക്കും ചിലപ്പോൾ കുറെ ആളുകളൊക്കെ. അപ്പൊ നമുക്ക് ആ ബന്ധത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ടൈമാണ് എന്ത്, ഇപ്പം എന്ന് പറയുന്നത്. ഈ ഒരു പ്രായത്തിന്റെ സവിശേഷത ഞാൻ പറയാം, നിങ്ങൾ അംഗീകരിക്കുമെന്ന് അറിയില്ല. ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഭയങ്കര നല്ല പ്രായമാണ്. കാരണം നിങ്ങൾക്ക് വലിയ ടെൻഷനുകളില്ല. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ക്ലാസ് എടുത്തപ്പോൾ അത് തോന്നുകയാണ്, മോളെ ടെൻഷനേ ഉള്ളൂ, മക്കളെ നോക്കണം, മക്കളെ നോക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്ക് തോന്നുകയാണ് ടെൻഷൻ ഇല്ലാന്ന്. ഇനി ഞങ്ങളുടെ ഒരു ജനറേഷൻ, ഈ ഒരു ജനറേഷനിലുള്ള ടെൻഷൻ, ജോലി, എല്ലാ ജനറേഷനിലും ജോലി, കല്യാണം കഴിഞ്ഞാലുള്ള ടെൻഷൻ, ജോലി ഇപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ജോലി കിട്ടുന്നില്ല, അടിച്ചു വാരി കഴിഞ്ഞാൽ അയ്യോ ഉരവേദന, ഇരുന്ന് കഴിഞ്ഞാൽ അയ്യോ കാലുവേദന, ഇതാണ് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അച്ഛനൊക്കെ എന്നോട് പറയും, ഇത്ര പ്രായമായിട്ടുള്ളൂ, പ്രായമാവുന്നതിന് മുമ്പേ വയസ്സായല്ലോ. അപ്പം ആ ഒരു കാര്യം വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തില് ഞങ്ങളെക്കാളും എത്രയോ മുൻപന്തിയിലാണ് നിങ്ങൾ എന്ന് പറയും. ഈ വേദി കാണുന്ന സമയത്ത് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് മോട്ടിവേഷനാണ്. കാരണം ഒരു സോഷ്യൽ, അതായത് സാമൂഹികപരമായിട്ടുള്ള ഒരു ഇത്തരത്തിലുള്ള പരിപാടികളിൽ കുട്ടികളെ കാണാൻ കിട്ടാറില്ല. പഠിക്കായതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്ത് ജോലി ചെയ്യുന്നവരാണ്, പുറത്ത് പഠിക്കുന്നവരാണ്. ഇനി ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും നമ്മളുടെ ആ ഒരു വീട്, ഫോണ്, കാര്യങ്ങൾ വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടാത്തവരാണ്. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്, പരസ്പരം സംസാരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളെക്കാളും ആരോഗ്യവും ഉണ്ട്. ആ ഒരു കാര്യത്തിലാണ് കേട്ടോ ഈ ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞത്. ഇനി ചെറിയൊരു മാനസിക പ്രയാസം കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പറഞ്ഞ പോലെ നമുക്ക് വയ്യ എന്നുള്ളത് കൊണ്ട് ഇനി എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. അപ്പൊ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്തയാണ്, ഇനിയിപ്പോ ഈ വയസ്സാങ്കാലത്ത് ഞങ്ങൾ പഠിക്കാൻ പോയിട്ട് വേണം നാട്ടുകാരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ, അല്ലെങ്കിൽ വയസ്സാങ്കാലത്ത് പഠിക്കാൻ പോയി എന്നുള്ളത് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ എങ്ങനെയാണ്, എന്താണ് ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾക്ക് തരാം. കുട്ടികളെ പെർമിഷൻ വാങ്ങാൻ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അതിൻ്റെ ഒരു നമ്മളുടെ ചില കാര്യങ്ങൾ ചെയ്യാനും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനും നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം വരുന്നുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാനസികാരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം സന്തോഷവാന്മാരായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ എത്രത്തോളം സന്തോഷം നമ്മുടെ പ്രവൃത്തികളിലൂടെ വേറൊരാൾ തരുന്നതല്ല, നമ്മൾക്ക് എത്രത്തോളം സന്തോഷം നമ്മളുടെ പ്രവൃത്തികളിൽ നിന്നും കണ്ടെത്താൻ സാധിക്കുന്നു, അത്രത്തോളം കാലം നമ്മൾ ജീവിക്കും എന്നുള്ളതാണ്. അത്രത്തോളം കാലം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കും എന്നുള്ളതാണ് നമ്മുടെ ഏജിന്റെ ഒരു കാര്യം പറയുന്നത്. ഇനി ഒരു സൈക്കോളജിയിൽ ഒരാളുണ്ട്, എറിക്സൺ എന്നാണ് അയാളുടെ പേര്. ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത്രയും സംതൃപ്തിയോടെ അത്രയും സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിനെ സംബന്ധിച്ച് നമുക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഒന്നും ചെയ്യാണ്ട് പണ്ട് നമ്മൾ ചെയ്തില്ല, ഇപ്പോഴും നമ്മൾ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഏറ്റവും വയ്യാണ്ട് നമ്മൾ കട്ടിലിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനെ അത്രയും നല്ല രീതിയിൽ ആസ്വദിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇതിന് കാലം ഒരു പ്രശ്നമല്ല. നേരത്തെ ചേട്ടൻ പറഞ്ഞു പ്രായമായില്ലേ സിനിമ കാണാൻ എന്നുള്ളത്. പ്രായം എന്ന് പറയുന്നത് സിനിമ കാണാനോ പുറത്തു പോകാനോ ബീച്ചിൽ പോകാനോ നടക്കാനോ കളിക്കാനോ ഒന്നും തടസ്സമാകുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളൊരു ഫോക്കസ് മോൾ പോയ സമയത്ത്
ഇവര് തമ്മിൽ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ പ്രായം പ്രണയത്തിന് വാതകമല്ല, നമ്മൾ എന്താ പറയുക, ഞാനൊരു പോസ്റ്റ് ഇട്ടു. ഇതുപോലെയാണ്, പ്രണയത്തിനോ കളിക്കാനോ സിനിമ കാണാനോ ഒന്നിനും നമ്മുടെ പ്രായം ബാധ്യതയല്ല. നമ്മൾ വിചാരിക്കുന്നവരെ നമ്മൾ വിചാരിക്കുകയാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മെന്റൽ ഏജ്, നമ്മൾ വിചാരിക്കുകയാണ് നമുക്ക് 60 നമുക്ക് 60 എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പ്രായം ഒരു തടസ്സമാണ്. അവിടെ നിങ്ങൾക്ക് പ്രായം ഒരു ബാധ്യതയാണ്, സാധ്യതയല്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങൾ വേറൊരു കാഴ്ചപ്പാടിൽ കാണുകയാണ്. നിങ്ങളുടെ കുട്ടികൾക്കും നിങ്ങളുടെ പേരക്കുട്ടികൾക്കും ഒക്കെ കൊടുക്കുന്ന സമയം കുറച്ച് നിങ്ങൾക്കും കൂടി കൊടുക്കുകയാണ്. സിനിമ കാണുന്നു, ഈ സീരിയലൊക്കെ വിട്ടിട്ട് കുറച്ച് സിനിമയൊക്കെ കാണാം. സീരിയൽ കാണുമ്പോൾ പറഞ്ഞ പോലെയാണ്, വലിയ നല്ല കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഈ സങ്കടത്തിന്റെ ഇടയിൽ കൂടെ വീണ്ടും സങ്കടം എന്ന് പറയുന്ന പോലെയാണ്. കുറച്ച് നല്ല സിനിമയൊക്കെ കണ്ട് കുറച്ച് പുറത്തൊക്കെ പോയി ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, നമുക്ക് നടക്കാനൊന്നും അത്ര നമ്മുടെ ശരീരം നമ്മൾ അനുവദിക്കുണ്ടായിരിക്കില്ല. പക്ഷെ നമുക്ക് ഒന്നിച്ചു കൂടി നമുക്കൊന്ന് പുറത്തൊക്കെ പോയി ഇങ്ങനെ എൻജോയ് ചെയ്യാൻ, നമുക്ക് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്താവുന്നില്ല, ബാധ്യതയാവുന്നില്ല. അതിനൊരു 6 കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും കൂടി പറഞ്ഞിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാം. 6 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഒരു സാമൂഹികപരമായിട്ടുള്ള ജീവിതം നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വയസ്സായി, അതുകൊണ്ട് ഇനി നിങ്ങൾ പുറത്തിറങ്ങുന്നില്ല. നിങ്ങൾക്ക് വയസ്സായി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അയൽവാസികളോടോ അല്ലെങ്കിൽ വായനശാലയിലുള്ള ആളുകളോടോ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനിലുള്ള ആളുകളോടോ ഒന്നും സംസാരിക്കുന്നില്ല. വീട്ടിലിരിക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിന് പിന്നെ എന്തില്ല, റോളില്ല. സാമൂഹിക ജീവിതം നിലനിർത്തുക എന്നുള്ളതും കൂടുതലായിട്ട് മറ്റുള്ള ആളുകളോട് സംസാരിക്കുക എന്നുള്ളതും, അപ്പൊ നമുക്ക് തോന്നും നമുക്ക് പ്രായമായി എന്നുള്ളത് നമ്മൾ ഈ മുടിയിലും നമ്മളുടെ ഈ നടത്തത്തിലും അല്ലാണ്ട് നമ്മുടെ പ്രവൃത്തികളിലൊന്നും ബാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വയം തോന്നിത്തുടങ്ങും, ഇതൊക്കെ കുറച്ചും കൂടി ചെയ്യാം, അത്ര ഇങ്ങോട്ട് ആയിട്ടില്ല. കണ്ണൊന്നും നമുക്ക് കാണുന്നില്ലെങ്കിലും നമുക്ക് പാട്ട് പഠിക്കാം, നമുക്ക് ഡാൻസ് കളിക്കാം, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പൊ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടികൾ ഉണ്ടെന്നൊക്കെ ചന്ദ്രശേഖരൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ മനസ്സിനെ എപ്പോഴും ബിസി ആക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഇതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ നമ്മുടെ മനസ്സിനെ എപ്പോഴും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, അപ്പൊ ഇനി എന്ത് ചെയ്യാം. എപ്പോഴും എന്റെ വലിയമ്മമാരാണെങ്കിലും പറയുന്നത് കേട്ട്, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ മോളെ, മരിക്കാനായില്ലേ, ഇനിയിപ്പൊ അതിനെ കാത്തിരിക്കല്ലാണ്ട് എന്താ ചെയ്യാ, ഇനി അതിനെ അങ്ങനെയാണ് കാത്തിരിക്കുക, അതിനെ കാത്തിരിക്കല്ലാണ്ട് എന്താ ചെയ്യാ, ഇനി അതിനെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ കാത്തിരുന്നിട്ട് ഇത് വരുമ്പോ വന്നോട്ടെ, അങ്ങനെയല്ലേ നമ്മൾ പറയാ. ഇതിന് ഇപ്പറഞ്ഞ പോലെ തന്നെയാണ് ഈ മരിക്കുന്നതിനും പ്രായം ഒരു സീനുള്ള വിഷയമല്ല. കാരണം പ്രായമാകാത്ത ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുന്നുണ്ട്. സോ നമ്മളുടെ മനസ്സിനെ എന്ത് ചെയ്യുക, ബിസി ആക്കി വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് എന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട്, ഇപ്പൊ നമ്മുടെ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിപ്പിച്ചു തരും എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സ്വയം എന്ത് തോന്നും, ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശാരീരികപരമായിട്ടുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് എക്സസൈസുകൾ ചെയ്യുക, വ്യായാമങ്ങൾ ചെയ്യുക. അപ്പൊ നമ്മൾ നടക്കുക എന്നുള്ളതൊന്നുമല്ല, നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ഉണ്ട്, കൈനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചെറിയ ദൂരം നടക്കാൻ സാധിക്കുന്നുണ്ട്, വീടുകളിൽ നടക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള എന്റെ അമ്മാവനൊക്കെ അമ്മാവനും അമ്മായിയും വീട്ടിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അവരിപ്പം അവരുടെ കുട്ടികളുടെ കൂടെ തായ്ലൻഡിൽ പോയി വന്നു. സത്യം പറഞ്ഞാൽ മാമന് ചെറിയ ഓർമ്മയുടെ പ്രശ്നമുണ്ട്. അപ്പൊ മാമൻ തായ്ലൻഡിൽ പോയി വന്നിട്ട്, അച്ഛൻ സാധാരണ ഈ ഇങ്ങനത്തെ ഡിസൈൻ ഷർട്ടുകളൊന്നും ഇടുന്ന ഒരാളല്ല. അച്ഛൻ ഈ എന്താ പറയാ കോട്ടന്റെ ഇത്ര കയ്യൊക്കെ ഉള്ള ഷർട്ട് ഇടുന്ന ഒരാളാണ്. അപ്പൊ മാമൻ പോയി വന്നപ്പോ തായ്ലൻഡിൽ തെങ്ങിന്റെ ഒക്കെ ഫോട്ടോ ഉള്ള ഇത്ര വന്ന കയ്യൊക്കെ ഉള്ള നല്ല അടിപൊളി ഷർട്ടൊക്കെ കൊണ്ട് കൊടുത്തു, കോട്ടന്റെ അല്ലാത്ത. അപ്പൊ ആദ്യമൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇട്ടിട്ടിപ്പോ എങ്ങനെയാ പുറത്തൊക്കെ ഇറങ്ങി പ്രായത്തിൽ. അങ്ങനെ പറഞ്ഞ് ഇടാൻ തുടങ്ങിയ സമയത്ത്, വേദികളിൽ പോകുന്ന സമയത്ത് ആൾക്കാർ ഇത് കൊള്ളാലോ രാജീവേ, പുതിയ ഷർട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെ പിന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങി, ഇത് ഇടാൻ തുടങ്ങി. ഈ മാമന് തായ്ലൻഡിൽ പോയി വന്ന ശേഷം തായ്ലൻഡിലാണ് എന്നുള്ളത് ഓർമ്മയില്ല. തായ്ലൻഡിൽ എൻജോയ് ചെയ്ത് തിരിച്ചു വന്നു, നല്ല ഹാപ്പിയാണ്. തായ്ലൻഡിലാണ് പോയത് എന്ന് ഓർമ്മയുണ്ട്. പക്ഷെ വിശേഷം ചോദിക്കുമ്പോ അമ്മനോട് പറഞ്ഞ്
പൂവാട്ടത്ത് പോയി വരുന്ന പരിപാടിയേ ഉള്ളൂ, തായ്ലൻഡിൽ പോയി വരുന്നത് എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. വിശേഷങ്ങൾ പറയും എവിടൊക്കെ പോയി എന്നൊക്കെ, ബുദ്ധന്റെ സ്റ്റാച്യു കണ്ടോന്ന് കഴിയും, പൂവാട്ടുപറമ്പ് പോയി വന്ന് അത്രയേ ഉള്ളൂ, അത്രയും സാധനമുള്ളൂ. 3, 4, 5 ദിവസത്തെ യാത്രയാണ്. പൂവാട്ടുപറമ്പ് പോയി വന്ന് അത്ര ദൂരെ പോയിട്ടുള്ളൂ എന്നുള്ളതാണ് അമ്മോന്റെ ഒരു ധാരണ. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ പ്രായത്തില് അവര് രണ്ടാളും ചെലവഴിച്ചിട്ടുള്ള ആ നിമിഷങ്ങൾ എന്ന് പറയുന്നത് ഏറെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് അവരുടെ ജീവിതത്തിൽ. അവര് ആ സമയത്ത് അവർ ചിലപ്പോൾ അവരുടെ പഴയ ഒരു ഏജിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നിരിക്കണം. ലൈഫ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ആളുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട്. ഇനി സെക്കൻഡ് വേറൊരാൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ അമ്മമ്മ ഉണ്ട്. എൻ്റെ അമ്മമ്മ മാത്രമേ ഇപ്പം ജീവനോടുള്ളൂ. എൻ്റെ അമ്മമ്മയ്ക്ക് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ എൻ്റെ കുടുംബക്കാരെ കുറ്റം പറയാനിരിക്കും, എൻ്റെ അമ്മമ്മേൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് രോഗങ്ങളൊന്നുമില്ല, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല. ഞങ്ങൾ എപ്പോഴും പറയും എൻ്റെ അച്ഛന് ഷുഗർ ഉണ്ട്, ഇപ്പോഴേ നിയന്ത്രിക്കുക. പക്ഷെ എൻ്റെ അമ്മമ്മയ്ക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം പറയുന്ന സമയത്ത് പക്ഷെ അമ്മമ്മയ്ക്ക് ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, ഒരു രോഗം ഇല്ലെങ്കിലും അമ്മമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് എന്തെങ്കിലും രോഗം വേണം, എന്തെങ്കിലും ഒരു രോഗം ഉണ്ടാകണം എന്നുള്ളതാണ് അമ്മമ്മേന്റെ പ്രശ്നം. അപ്പൊ അമ്മമ്മയ്ക്ക് എന്തെങ്കിലും എന്തോ പ്രശ്നമുണ്ട് അപ്പൊ ഗുളിക വാങ്ങിക്കൊണ്ട് കൊടുത്താല് അമ്മമ്മയ്ക്ക് സമാധാനം. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ അമ്മമ്മേനെ അറിയുന്നവരാണെങ്കിൽ പറയരുത് കേട്ടോ, വൈറ്റമിൻ ടാബ്ലറ്റ്സ് വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ഡോക്ടർ ചോദിച്ചിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ്സ് വാങ്ങിയിട്ട് അമ്മമ്മേന്റെ കൈ കൊണ്ടു കൊടുക്കും. അത് കുടിച്ചാൽ അമ്മമ്മയ്ക്ക് എന്താണോ അപ്പൊ അമ്മമ്മേന്റെ രോഗം അത് മാറി കിട്ടും. ഇത് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറെ ആളുകളും അനുഭവിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ മക്കള് എന്നെ ഒന്നും പറയില്ലായിരിക്കും. അപ്പം ഇങ്ങനത്തെ രോഗങ്ങൾ, ഇങ്ങനത്തെ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് പറഞ്ഞതല്ല, ജസ്റ്റ് രണ്ട് ഡയമെൻഷൻ പറഞ്ഞു എന്നല്ല. അതായത് ഒരാൾക്ക് അയാളുടേതായിട്ടുള്ള എല്ലാ രോഗങ്ങളും ഉണ്ട്. ചെവിട് കേൾക്കില്ല അമ്മാമന്, ഇത് ഓർമ്മയുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നെയും അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ടാൽ മനസ്സിലാവുമെങ്കിലും ചിലപ്പോ ഞാൻ വന്ന അഭിരാമി ആണോ എന്നുള്ളത് ചോദിക്കും. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും മൂപ്പർ അവിടെ പോയി വന്നു. സെയിം ടൈം അതേ സമയത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാണ്ട്, യാതൊരു രോഗങ്ങളും ഇല്ലാണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അമ്മമ്മയുടെ വിചാരം അമ്മമ്മയ്ക്ക് വലിയ വലിയ രോഗങ്ങളാണ്, അപ്പൊ ഞാൻ ഇപ്പൊ മരിച്ചു പോകും, എനിക്ക് വയ്യ, അങ്ങനെയാണ് ഇങ്ങനെയാണ്. വീട്ടിലേക്ക് വാന്നൊക്കെ പറഞ്ഞാൽ പറയും, അല്ല വേണ്ട, ഇവിടെ കിടന്ന് മരിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷെ ധാരണകൾ അങ്ങനെയാണ്. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ധാരണകൾ എന്ന് തിരുത്തപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിനോട് കുറച്ചും കൂടി പോസിറ്റീവായിട്ട്, കുറച്ചും കൂടി സന്തോഷത്തോടെ, കുറച്ചും കൂടി സ്നേഹത്തോടെ എപ്പോൾ സമീപിക്കുന്നോ, നമ്മൾ നമ്മുടെ ജീവിതത്തിനെ കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ നരകളൊക്കെ ഇത്തിരി കുറയും, നമ്മളുടെ ഊർജ്ജസ്വലത ഇത്തിരി കൂടും. അലാം അടിച്ചു, സമയം 29 മിനിറ്റ്. ഓക്കെ, അപ്പം നമ്മളെ പ്രായമാകുന്നു എന്നുള്ള നമ്മുടെ ധാരണകൾ ഇത്തിരി കുറയും. സെയിം ടൈം നമുക്ക് മറ്റാളുകളോട് കുറച്ചും കൂടി സന്തോഷിക്കാൻ സാധിക്കും. നമ്മളുടെ കുട്ടികളോടും പേരക്കുട്ടികളോടും ഒക്കെയുള്ള നമ്മുടെ സമീപനം കുറച്ചും കൂടി ആരോഗ്യപരമായിരിക്കും. ഇപ്പോഴും നമ്മൾ സ്നേഹത്തോടെ അല്ല പെരുമാറുന്നത് എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഇതൊരു ശീലമായി പോയ ആളുകളുണ്ട്. ചിലപ്പോൾ ഇത് നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്ക് അത്രയും വൈകില്ലെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ നമുക്ക് പറ്റില്ല. നമുക്കൊന്ന് കിടക്കണം തോന്നിയാൽ പോലും അല്ല, കുട്ടീനെ കളിപ്പിച്ച്, കുട്ടീനെ കുളിപ്പിച്ച്, കുട്ടീനെ ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് മതി നമ്മുടെ കാര്യം എന്ന് വിചാരിക്കുന്നവരായിരിക്കും ഇതിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും. അപ്പൊ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തോട് കുറച്ചും കൂടി സ്നേഹത്തോടെ, കുറച്ചും കൂടി അത് നമുക്ക് ജീവിക്കാനുള്ള ഒരു ജീവിതമാണ്, കുറച്ചും കൂടി സന്തോഷത്തോടെ ആഘോഷിക്കാനുള്ള ഒരു സാധനമാണ് ഇത് എന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ചില കാര്യങ്ങളുടെ ബിസി ലൈഫിൽ മക്കളെ നോക്കാനും പൈസ ഉണ്ടാക്കാനും ഒക്കെ ഉള്ള തിരക്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വായനശാല ഇത്രയും നല്ല അവസരങ്ങൾ തരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം നമ്മൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂടുന്ന സമയം കൊണ്ട് ഒന്നും വേറെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനില്ലാത്ത നമുക്ക് എന്ത് ചെയ്യാം, പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാൻ സാധിക്കും.
ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് ഉറപ്പ് തരുന്നൊരു കാര്യമുണ്ട്, 60 വയസ്സിന് ശേഷം ജീവിതത്തിൽ വിജയിച്ച ആളുകളുണ്ട്. അതായത് ബിസിനസ്സിൽ, കൃഷിയിൽ, പാട്ട് പാടുന്നതിൽ, ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ കുറേ ആളുകളുണ്ട്. ഞാനിതിൻ്റെ റിസർച്ച് നടത്തിയിട്ടുണ്ട്. കുറേ ആളുകൾ ജീവിതത്തിൽ 60 വയസ്സിന് ശേഷം സക്സസ്ഫുൾ ആയിട്ട് വിജയിച്ച ആളുകളുണ്ട്. അവർക്ക് വളരെയധികം പൈസയുടെ ലാഭം വരുന്നുണ്ട് ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലും, ഇനി പൊളിറ്റിക്സിൽ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഈ പ്രായം ഒരു ബാധ്യതയല്ലാണ്ട് സാധ്യതയാക്കിയിട്ട് വിജയിച്ച ഒത്തിരി ആളുകളുണ്ട്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ പണ്ടത്തെ പുലികളൊക്കെ ആയിരിക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾ, നമുക്കറിയില്ല. ഇവിടെ ഇപ്പൊ പമ്മി പതുങ്ങി വയ്യാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ പണ്ട് ഭയങ്കര പുലികളായിട്ടുള്ള ഇവിടെ ഈ പരിപാടി നടത്തുന്ന ഇവരെ പോലെ ഈ സ്ഥാനത്തൊക്കെ ഇരുന്ന് പരിപാടി നടത്തി നാട്ടിൽ അടിപൊളിയായിട്ട് നടന്നിട്ടുള്ള ആളുകളായിരിക്കും പല ആളുകളും. ഇപ്പൊ ഉള്ള ചില ആളുകളുടെ പ്രവർത്തനം കാണുമ്പോൾ നമുക്കത് അറിയുകയും ചെയ്യാം, ഇവര് പണ്ട്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ടോ അറിയില്ല. ഞാൻ ഇപ്പൊ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഇപ്പൊ നിങ്ങളെ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ അച്ഛനോടും അമ്മേനോടൊക്കെ പറയും, ഇവര് ചെറുപ്പത്തിൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ കാണാൻ. അതായത് വയസ്സാകുമ്പോൾ നല്ല ഭംഗിയുള്ള ആളുകളൊക്കെ, എല്ലാവരും ഭംഗിയുള്ള ആളുകളാണ്, പക്ഷെ ചില ആളുകളെ കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നും. അപ്പൊ ഞാനിങ്ങനെ പറയും, ഇവര് ചെറുപ്പകാലത്ത് എനിക്കൊരു ഭംഗിയായിരിക്കും അല്ലേ എന്നുള്ളത് ചോദിക്കും. അതുപോലെ ഭയങ്കര ആക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവര് വളരെ ചെറുപ്പക്കാർ അടിപൊളിയായിട്ട് ആസ്വദിച്ച ആളുകളായിരിക്കില്ലേ. കാരണം ഇപ്പോഴും ഇവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർ പണ്ടും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. ഇനി പണ്ട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ പ്രായം വാഗ്ദാനം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാഗ്ദാനം ഏറ്റെടുക്കാം, കാര്യങ്ങൾ ചെയ്യാം. ഇനി അല്ല ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് വയ്യ, എനിക്കതാണ്, എനിക്കിതാണ്, എൻ്റെ പ്രായം ഇതിന് സാധിക്കുന്നില്ല, ഭാരമാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ബാക്കിയുള്ള ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആർക്കും അതിനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല, നേട്ടങ്ങളും ഉണ്ടാവില്ല. പക്ഷെ കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ സന്തോഷത്തോടെ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പേരകുട്ടികൾക്കും കുട്ടികൾക്കും ഒക്കെ പുതിയ കഥകൾ പറഞ്ഞു കൊടുക്കാനും അവർക്ക് ഇനി വരുന്ന ഒരു തലമുറയോട് ഇങ്ങനെ പറയാം. എൻ്റെ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു, നന്നായിട്ട് പാട്ട് പാടുമായിരുന്നു. നന്നായിട്ട് പാട്ട് പാടിയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടും. നന്നായിട്ട് വായിക്കും, വായിച്ചിട്ടുള്ള കഥകളാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരിക, അല്ലാണ്ട് ഇല്ലാത്ത കഥകളല്ല പറഞ്ഞു തരിക. നല്ല 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 കഥകൾ പറഞ്ഞു തരും, പുസ്തകത്തിനെ പറ്റി സംസാരിക്കും, നന്നായിട്ട് പാട്ട് പാടും, നന്നായിട്ട് ഡാൻസ് കളിക്കും. അങ്ങനെയുള്ള ഒരു അമ്മുമ്മയും അപ്പൂപ്പനും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വരുന്ന തലമുറയോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ കൂടിയിരിക്കുന്ന അവസരങ്ങളിൽ ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഞാൻ പണ്ട് കൂടിയിരുന്ന ഈ സദസ്സിലുണ്ടായിരുന്ന കുറെ ആളുകള് അവരുടെ ആ വയസ്സിൽ അടിപൊളിയായിട്ട് ജീവിതം ആസ്വദിച്ചതായിരുന്നു. ആ പ്രായത്തില് കുറെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ മാതൃകയായിട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ നിങ്ങൾക്കും സാധിക്കും, അത് കണ്ടിട്ട് ഞങ്ങൾക്കും സാധിക്കും എന്നുള്ളത് ഇനി വരുന്ന ഒരു തലമുറയോട് ഞങ്ങൾക്ക് പറയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്നാ പോരെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അടിപൊളിയായിട്ട് ഇരിക്കട്ടെ. ഒന്ന് നന്നായിട്ട് ക്ലാപ്പ് ചെയ്തേ കാണട്ടെ. പോരട്ടെ, പോരാ എനർജി വരട്ടെ. പോരാ, പിറകിലുള്ളതൊന്നും അടിക്കുന്നില്ല. കൈക്ക് പ്രശ്നമുണ്ടോ? നന്നായിട്ട് ശരിയാവുന്നില്ല അങ്ങോട്ട്, ആ എനർജി വന്നില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞ 20കളിലേക്ക് നിങ്ങൾ എത്തിയില്ല. ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് 60കളിലാണ് ഞങ്ങൾ എന്നുള്ള ധാരണയിലാണ്. ചോറുണ്ടാനുള്ള സമയമായി. അത് സത്യമാണ്. നിർത്തി. ആ ചോറുണ്ടാനുള്ള എനർജിയിലെങ്കിലും നിങ്ങൾ കൈയടിക്കുന്നത് ഞാൻ വെച്ച് നിർത്തട്ടെ ഈ കുട്ടികളുടെ ധാരണയില്. അപ്പൊ ലാസ്റ്റായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾ ഉൾക്കൊള്ളും, എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം ഇത്രയും നേരം എന്നെ കേട്ട് നിന്നതിലും ഈ എന്താ പറയുക ഈ ഒരു പ്രായത്തിൽ ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ ക്ലാസ്സുകൾ കേട്ടിരിക്കാൻ എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ പരമാവധി രസകരമാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം കുറെ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് സത്യസന്ധമായിട്ട് സോറി പറയാനുണ്ട്. കാരണം എനിക്ക് സംരക്ഷണ നിയമം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടില്ല. ഞാൻ നിങ്ങളോട് ജസ്റ്റ് സംസാരിക്കണമെന്ന് ഉദ്ദേശിച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് അതറിയില്ല. എന്നോട് ക്ഷമിക്കണം, നിങ്ങളോട് ക്ഷമിക്കണം. അപ്പം ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ.
പ്രായം ബാധ്യതയല്ല, സാധ്യതയാണ് എന്നുള്ളത് ഓർമ്മയിരിക്കട്ടെ. താങ്ക് യു, നന്ദി, നമസ്കാരം.